ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ്, ആശുപത്രിയുടെ കുറവ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നിരുന്നു. പുതിയൊരു ആശുപത്രി താനൂരിൽ അനുവദിക്കുകയാണ്. അത് താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രിയാണ്. ഏകദേശം 152 തസ്തികകളോട് കൂടിയിട്ടുള്ള ആശുപത്രിക്ക് അത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആശുപത്രി കൂടി ഇവിടെ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ പത്രസമ്മേളനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് സ്റ്റേഡിയം തന്നെയാണ്. അത് വരിക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരാണ്. ഇപ്പോൾ പല പത്രപ്രവർത്തകരും ഇതിനു വേണ്ടി സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ തന്നെ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടും ഇപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കളിക്കളം, അതിന് ഈ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്നും 20 കിലോമീറ്ററിനുള്ളിലായിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അതേ ദൂരമാണ് നമുക്ക് വേണ്ടത്. മറ്റൊന്ന് റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈവേയുടെ ഓരത്താണ്, നാഷണൽ ഹൈവേയുടെ ഓരത്താണ് നമ്മൾ ഈ സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിച്ചത്. അതിനാണ് ഈ പണം അനുവദിച്ചത്. അപ്പോൾ ഈ കാര്യത്തിൽ ആ നടപടികൾ വേഗത്തിലാക്കണം എന്ന് ഒരാവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത്. ധാരാളം കോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഈ കാര്യം നടക്കുമെന്ന് നിങ്ങളോട് ഞാൻ മുമ്പും പറഞ്ഞതാണ്. അപ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും നല്ല രൂപരേഖ വരെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കൊക്കെ തന്നെ തരാനുള്ള തരും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിൽ അത് എത്തും. അതെ, നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കായിക വകുപ്പിൻ്റെ പേരിലേക്ക് മാറ്റുന്നില്ല. യൂണിവേഴ്സിറ്റി തന്നെയാണ് സ്ഥലത്തിൻ്റെ ഉടമ. അവർ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് ആണ്. പക്ഷേ കായിക പ്രവർത്തനങ്ങൾ അത് നടത്തേണ്ടത് നമ്മുടെ സർക്കാരുകൾക്കിടയിൽ കായിക വകുപ്പാണത്. അപ്പോൾ അവർ അതിൽ നടക്കുന്ന പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ കായിക മത്സരങ്ങളോ ഒക്കെ അവർ സംയുക്തമായി, ഒരാളൊറ്റക്കല്ല, പരസ്പരം ചർച്ച ചെയ്താണ് അവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും കായിക പ്രവർത്തനങ്ങൾക്ക് ആ സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്കുണ്ട്. അതിനാണ് 2 പേരും ചേർന്നുകൊണ്ട് ചർച്ച ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയും. പക്ഷെ എന്തുകൊണ്ടോ ഫീസിബിലിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫീസിബിലിറ്റി ഉള്ളത്. ഹൈവേ കടന്നു പോകുന്ന ഭാഗത്താണ്. എയർപോർട്ടിൽ നിന്നുള്ള ദൂരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതെല്ലാം തന്നെ ഒത്തുചേർന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും അവിടെ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമാണ്. അതുമാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വരാൻ പറ്റുന്ന റോഡ്, റെയിൽ, വിമാന സൗകര്യങ്ങൾ കൂടിയുള്ള ഒരു പ്രദേശമാണ്. 55,000 സീറ്റുകളുള്ള സ്റ്റേഡിയമാണ് നമ്മൾ വിഭാവനം ചെയ്തത്. അതിലെല്ലാ സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം സാമൂഹിക റൂമുകൾ, ഡ്രസ്സിംഗ് റൂം, മീഡിയ റൂം, കളിക്കാർക്ക് പ്രത്യേകം സൗകര്യങ്ങൾ, ലോക്കൽ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സെക്യൂരിറ്റി സംവിധാനങ്ങൾ എല്ലാമുള്ള ഒരു സ്റ്റേഡിയമാണ്. VC ആണ് ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം മിനിറ്റ്സാക്കി നമുക്ക് തരേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നെ അറിയിച്ചത് ആ കാര്യത്തിൽ വീണ്ടും ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം തരാമെന്നാണ്. പക്ഷേ ഇതേവരെ ലഭ്യമായില്ല. കാരണം നമുക്ക് ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഗഡു നമുക്ക് ഉപയോഗിക്കാനുള്ള ടെൻഡർ നടപടികൾക്ക് പോകേണ്ടത്, എങ്കിൽ മാത്രമേ നമുക്ക് തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ എല്ലാം ആയ സ്ഥിതിക്ക് ആ ഒരു അവരുടെ സമ്മതപത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസവും അതിൻ്റെ പ്രവർത്തനത്തിലുള്ള ടെൻഡർ നടപടികൾ എടുക്കണം. 2 തവണ സിൻഡിക്കേറ്റ് തീരുമാനിച്ച കാര്യമാണ്. 2 തവണ ആദ്യം തീരുമാനിച്ചു, അതിന് ശേഷം ഇന്നലെ 2 ദിവസം മുമ്പ് വീണ്ടും തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട വിഷയങ്ങളുണ്ട്. VC ഇതിൻ്റെ കാരണമായിട്ട് എന്താണ് പറയുന്നത്?
ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ജിയോ നൽകുന്നതിനുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ജിയോ കൊടുത്തു കഴിഞ്ഞു. അതായിരുന്നു ആദ്യത്തെ തടസ്സം. അതവർ നല്ല രീതിയിൽ തന്നെ നിർവഹിച്ചു. കാരണം ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി കായിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്കാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റി അത് കോഴിക്കോടാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിരവധി മത്സരങ്ങൾ ഇപ്പോൾ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട്. അതിലൂടെ ഇത്തരത്തിലുള്ള സ്റ്റേഡിയം കൂടി വരുമ്പോൾ, ലോക നിലവാരത്തിലുള്ള സ്റ്റേഡിയം കൂടി വരുമ്പോൾ കായിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് കോഴിക്കോട് മാറും. അതാണ് ഞാൻ ഈ എയർപോർട്ടിൻ്റെ കാര്യമൊക്കെ തന്നെ ആദ്യം സൂചിപ്പിച്ചത്. അതറിയുമെങ്കിൽ നമ്മളത് പറയുമായിരുന്നല്ലോ. അത് അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ സിൻഡിക്കേറ്റ് എടുത്തൊരു തീരുമാനം, ആ തീരുമാനം തടസ്സപ്പെടുത്താൻ സാധാരണത്തിൽ VC-ക്ക് കഴിയില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ എന്തുകൊണ്ടോ അത് നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ഒരു അഭ്യർത്ഥന, ഇത് മലപ്പുറത്തുള്ള ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ മലപ്പുറത്തെയും മലബാറിനെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു പ്രശ്നം, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കളികളുടെ ലോകത്ത് നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഫുട്ബോളാണ്. അപ്പോൾ അത്തരത്തിൽ അതിന് അനുയോജ്യമായ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നുള്ളത് വർഷങ്ങളായി നമ്മൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നടപ്പിലാക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പോൾ നോക്കൂ, പണം റെഡിയാണ്. സർക്കാർ ഇതിൻ്റെ ഒന്നാം ഗഡു അനുവദിച്ചു കഴിഞ്ഞ് അതിൻ്റെ സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞതാണ്. ആ സർക്കാർ ഉത്തരവ് നമ്മൾ യൂണിവേഴ്സിറ്റിക്കും അവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്, സ്പോർട്സ് ഡയറക്ടറേറ്റ്. അപ്പോൾ മറ്റൊന്നുമില്ല, അതാണല്ലോ ഏഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. 125 കോടി ഉണ്ടെങ്കിൽ ഒന്നാം ഘട്ടം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ പറ്റും. അവിടെ തുടങ്ങാൻ പറ്റില്ല ഈ സാധനം. ആ ഒരു ഘട്ടം, ഒന്നാം ഘട്ടത്തിന് തന്നെ ഏകദേശം 6 മാസം സമയമെടുക്കും. അപ്പോഴേക്കും മറ്റുള്ള ഗഡുക്കൾ അനുവദിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും മറ്റു തടസ്സങ്ങളൊന്നും, സാധാരണ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആവശ്യമുള്ള പണം അനുവദിച്ചുകൊണ്ടേ ഇരിക്കലാണല്ലോ. എനിക്കൊന്നും മറ്റൊരു തടസ്സം കാണുന്നില്ല അവിടെ. മറ്റൊരു തടസ്സം സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഭൂരിപക്ഷം അംഗങ്ങളും ആ സിൻഡിക്കേറ്റിലുള്ളവർ അത് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഫിസിബിലിറ്റിയാണ് പറഞ്ഞത്. ഫിസിബിലിറ്റി ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മളെ ഏറ്റവും കൂടുതൽ കാണികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യങ്ങളുള്ളൊരു സ്ഥലം, ഏത് സംസ്ഥാനത്തിലും എത്തിപ്പെടാനുള്ള സംവിധാനമുള്ള ഒരു സ്ഥലം, അതോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നേതൃത്വം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടി ആയതുകൊണ്ട് ധാരാളം സ്ഥലം അവിടെയുണ്ട്. ആ സ്ഥലം നമ്മൾ ഏറ്റെടുക്കുന്നില്ല, പകരം സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്.